അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ ഭാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും വേറിട്ട പരിശുദ്ധമായ അറഫയുടെ രാവിലേക്കാണ് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ നമ്മൾ ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരങ്ങൾ, പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുന്നു എന്ന് പറഞ്ഞതിന് സമാനമായ രണ്ട് മധുരങ്ങൾ ഒരുമിച്ചു നമ്മുടെ മുന്നിൽ അല്ലാഹു തന്നിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കിടയിൽ തന്നെയുള്ള പരിശുദ്ധമായ വെള്ളിയാഴ്ച. ആ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവ് ഇന്നത്തെ രാവായി നമുക്ക് അല്ലാഹു നൽകി. അതോടൊപ്പം പരിശുദ്ധമായ അറഫയുടെ ഏറ്റവും പോരിശയാക്കപ്പെട്ട ഹദീത്തിൽ വന്നതുപോലെ, മഹാന്മാർ പറഞ്ഞതുപോലെ, ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ ഏറ്റവും അഫ്ളലു അയ്യാമിസ്സന എന്നാ പറഞ്ഞത്. ഒരു കൊല്ലത്തിലെ ഏറ്റവും അഫ്ളലായ ദിവസം, അതിനേക്കാൾ പോരിശയുള്ള വേറൊരു ദിവസമില്ല. ആ ഒരു ദിവസമാണ് അറഫ ദിവസം. അതിൻ്റെ രാവാണ് ഇന്നത്തെ രാവ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ അയ്യാം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാഴ്ചയിൽ ഏറ്റവും നേതാവാകാൻ, ലീഡർഷിപ്പിന് ക്വാളിഫൈഡായ ഏറ്റവും മഹനീയമായ ദിവസമാണ് രാവാണ് വെള്ളിയാഴ്ച രാവ്. ഇത് രണ്ടും കൂടെ സമ്മേളിച്ച ഏറ്റവും സുന്ദരമായ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ, അവിടുത്തെ വാക്ക് കടമെടുത്താൽ ഒരു ദിവസത്തിന് 10,000 ദിവസത്തിൻ്റെ മഹാത്മ്യം അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും ഉന്നതമായ മുഹൂർത്തം. ഈ ദിവസത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്ലീസിന് വല്ലാത്ത കരച്ചിലാണ് ഇന്നത്തെ ദിവസം. കാരണം അള്ളാഹു അവൻ്റെ ദാസദാസിമാർക്ക് ഇറക്കി കൊടുക്കുന്ന നുസൂലു റഹ്മത്ത്, റഹ്മത്തിൻ്റെ ഇറക്കം, അതിങ്ങനെ കാണുമ്പോൾ, മൗഫിറത്ത് കാണുമ്പോൾ, സകല പാപങ്ങളും പുറത്തു കൊടുക്കുന്നത് കാണുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത കരച്ചിലാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും പാപമോചനം കൊടുക്കണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു അത് സമ്മതിച്ചുകൊണ്ട് വഹയ്യറി ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് മണ്ണുവാരി തലയിലേക്കിട്ട് ബേജാറാകുന്ന അവസ്ഥ കണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് ചരിത്രങ്ങൾ പറയുന്നത്, അവിടെ നിന്ന് ചിരിച്ചു എന്നാ പറയുന്നത്. അത്രയേറെ ഇബ്ലീസിനെ കരയിപ്പിച്ച ഒരു പരിശുദ്ധ രാവാണ്. ആകാശ ലോകത്തിൻ്റെ കവാടങ്ങൾ എല്ലാ ദിവസവും 3 വട്ടം തുറക്കും. എല്ലാ രാവുകളിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ 7 വട്ടമാണ് തുറക്കുക. എന്നാൽ അറഫയുടെ രാവിൽ 9 വട്ടം വേറൊരു രാവിലും തുറക്കാത്തത്ര ആകാശവാനലോകത്തിൻ്റെ കവാടങ്ങൾ മുഅ്മിനീങ്ങളുടെ ദുആഇൻ്റെ ഇജാബത്തിന് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു പരിശുദ്ധ രാവും കൂടെയാണ്. ഈ രാവിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദിക്ർ, സ്വലാത്ത്, ഫിക്ർ, ദുആയിൽ എൻഗേജഡ് ആവാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. ഇന്ന് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അഫ്ളലു ദുആഇ യൗമ അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്യുന്നതിൽ ഏറ്റവും അഫ്ളലായ ദിവസം അത് അറഫ ദിവസത്തിൻ്റെ ദുആയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എൻഗേജഡ് ആവേണ്ടത് ദുആയിലാണ്. നിസ്കാരം പറ്റാത്ത സമയത്ത് മൊമെൻറ്റിൽ ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലേ? ഏത് സൂറത്തുകൾ ഓതണം, ഖുർആനിൻ്റെ ആയാത്തുകൾ ഓതണം, അത് പറയുമ്പോൾ അതൊന്നും അറിയില്ലാത്തവരും രോഗികളായി അതൊന്നും ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടാകും. കിടന്ന കിടപ്പിലോ നടക്കുന്ന നടപ്പിലോ ഇരുന്ന ഇരിപ്പിലോ നമ്മൾക്ക് യഥേഷ്ടം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രഗത്ഭമായ ഇബാദത്ത് അതാണെങ്കിൽ അദ്ദുആഉ മുഖുൽ ഇബാദ, അത് ഇബാദത്തിൻ്റെ മജ്ജയാണ് നിങ്ങളുടെ ദുആ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഖലാഇനെ, വിധി തീരുമാനത്തെ മാറ്റാൻ ഈ ലോകത്തൊരു സംവിധാനവുമില്ല. എന്നാൽ ഒരേ ഒരു സംവിധാനം, അത് ദുആയിനാണ് എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ തീരുമാനം മാറ്റി എഴുതും, മനസ്സുരുകിയിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ മതി. അതാണ് ദുആ. ആ ദുആയിൽ ഇന്ന് നമ്മൾ ഈ പരിശുദ്ധ രാവിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഫസ്റ്റ് വൺ, നമ്മുടെ ദുനിയാവും ആഖിറവും ഖബറും, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും സൗഖ്യമുണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ, ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും എല്ലാ ജീവിതത്തിൻ്റെ സമസ്ത മേഖല, കച്ചവടം, കുടുംബം, മക്കള്, അതേപോലെ തന്നെ സാമ്പത്തിക മേഖല, പഠന മേഖല, എവിടെയും വിജയം പ്രാപിക്കാൻ കഴിയുന്ന, സന്തോഷകരമായി ഈമാൻ കിട്ടി മരിക്കണമെന്ന് നമ്മൾ ദുആ ചെയ്യും. യഥാർത്ഥത്തിൽ
ഈമാൻ കിട്ടി മരിച്ച അല്ലാഹുവിൻ്റെ മുന്നിൽ ചെന്ന് വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുമ്പോൾ അവിടെയും വേദനയാണ്. അപ്പോൾ അതുമാത്രം പോരാ, A to Z ഞങ്ങൾക്ക് സൗഖ്യം വേണം, സന്തോഷം വേണം, വിജയം വേണം. അതിന് പര്യാപ്തമായ ദുആ, തെറ്റുകളെല്ലാം മാപ്പാക്കപ്പെടണം. അതിനു പറ്റിയൊരു ദുആ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മജ്ലിസ് തുടങ്ങാൻ പോകുന്നത്. ആത്മാർത്ഥമായി എല്ലാവരും കൽബറിഞ്ഞ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് അഫു, മാപ്പ് നൽകണം. മാപ്പ് കിട്ടിയ എല്ലാമായി, വിചാരണയില്ലാതെ സ്വർഗമാണ്. പിന്നെയോ ആഫിയത്ത്, സൗഖ്യം, ദുനിയാവിലും ആഖിറത്തിലും സൗഖ്യം. അപ്പോൾ ജീവിതവും മരണവും ഖബറും ആഖിറവും ഒക്കെ നന്നാകും. അവിടെയൊന്നും പ്രയാസം ഉണ്ടാവില്ല, സൗഖ്യം ഉണ്ടാവും. രോഗങ്ങൾ മാറാൻ ഈ ദുആ മതിയാകും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ദുആ മതിയാകും. കടങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും പരിഹാരമാകാൻ ഈ ദുആ മതിയാകും. അത്ര എഫക്റ്റീവാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പറയണം, മനസ്സറിഞ്ഞ് പറയണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ والعافية في الدنيا والآخرة. اللهم إني أسألك العفو 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 والعافية في الدنيا والآخرة. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി ഈ പരിശുദ്ധമായ രാവിൽ നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ ദിനത്തിൻ്റെ എന്ന് സജീവമായിട്ട് ഓതിയിട്ടുള്ള ഒരു പ്രഗത്ഭമായ ദിക്റാണ്. ഇത് ദിക്റും ദുആയും കൂടെ ചേരുന്നൊരു കോമ്പിനേഷനാണ്. പ്രഗത്ഭമാണ്. ഈ പരിശുദ്ധമായ ദുആ കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബ് ഈമാന് കൊണ്ട് പ്രകാശമാക്കും, കണ്ണ് ഈമാന് കൊണ്ട് പ്രകാശമാക്കും, കാത് ഈമാന് കൊണ്ട് പ്രകാശമാക്കും. എല്ലാം ഈമാനിൻ്റെ വെളിച്ചം, നൂറ് അല്ലാഹു ഇട്ടുതരുന്ന പ്രഗത്ഭമായ ദുആയാണ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്, തൗഹീദിൻ്റെ ദിക്റാണ്. അല്ലാഹു വല്ലാതെ ഈ ദിക്ർ ചൊല്ലുന്നവരെ സ്നേഹിക്കും. സകല പാപങ്ങളും അത് സമുദ്രത്തിൻ്റെ നുരക്കുമിളകളെ പോലെ കൊടാന കൂടിക്കണക്കിന് തിന്മയുണ്ടെങ്കിലും അള്ളാഹു സിമ്പിളായി മാറ്റി നൽകുന്ന ഏറ്റവും പ്രഗത്ഭമായ ദിക്റാണ്, ദുആയാണ്. രണ്ടും സമ്മേളിച്ചതാണ്. ഇമാം ഗസാലി റഹ്മഹുല്ല തങ്ങൾ, ഇമാം ബൈഹഖി തങ്ങളൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഈ ഹദീസ് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പരിശുദ്ധമായ ഈ പരിശുദ്ധ രാവിൻ്റെ, അറഫാ രാവിൻ്റെ ദിക്റുകൾ ഉസ്താദന്മാർ എന്തെങ്കിലും തോന്നിയത് ഇങ്ങനെ പറയാണ്, ഒരടിസ്ഥാനമില്ലാതെ പറയാണ്, അടിസ്ഥാനമുള്ള ദിക്റല്ല എന്നൊക്കെ പറഞ്ഞ് പലരും ആക്ഷേപിക്കാറുണ്ട്. ഉണ്ട്, അടിസ്ഥാനമുണ്ട്. ഇത് പരിശുദ്ധ റസൂലിൻ്റെ വഹയിൻ്റെ വാക്കാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടി, ആ ഒരു എഫക്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ സമഈ നൂറാ വഫീ ബസരി നൂറാ വഫീ ലിസാനി നൂറാ. اللهم اشرح لي صدري ويسر لي أمري. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا. اللهم اشرح لي صدري ويسر لي أمري. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير
وهو على كل شيء قدير اللهم اجعل في قلبي نورا اللهم اجعل في قلبي نورا اللهم اجعل في قلبي نورا وفي سمعي نورا وفي سمعي نورا وفي سمعي نورا وفي بصري نورا وفي بصري نورا وفي بصري نورا وفي لساني نورا وفي لساني نورا وفي لساني نورا اللهم اشرح لي صدري اللهم اشرح لي صدري اللهم اشرح لي صدري ويسر لي امري ويسر لي امري ويسر لي امري تقبل الله آمين يا رب العالمين അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ ഒരു ദിക്ർ 100 വട്ടം പറഞ്ഞിട്ട് അത് ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദിക്റാണ്. ദുആ ചെയ്താൽ എന്തും തരാമെന്ന് അല്ലാഹു അർശിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന ദിക്റാണ്. അത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓതാം. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതണം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ് ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ് ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സ്സൂഅ ഇല്ലല്ലാഹ് തഖബ്ബലല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ ഈ പരിശുദ്ധ രാവിൽ ചൊല്ലേണ്ട വിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കൂടെയല്ലേ. സ്വലാത്തിന് വലിയ മാറ്റാണ്. ഇന്നത്തെ സ്വലാത്ത് ലൈവായി ഹുജറ ഷെരീഫിൽ റൗള ഷെരീഫിൽ ഇരുന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഡയറക്റ്റ് കാണുന്ന സ്വലാത്താണ്. ആ ഒരു എഫക്റ്റ് വേണം ഓതുമ്പോൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഓർക്കുന്ന സകല കർമ്മങ്ങളിലും, ഹജ്ജാകട്ടെ, ഉളുഹിയ്യത്താകട്ടെ, ബലിപെരുന്നാളാകട്ടെ, സകലമാന അമലുകളിലും ഓർക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. അത് മഹാനായ ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ ലീഡറാണ്, ഉളുഹിയ്യത്തിൻ്റെ ലീഡറാണ്. ആ മഹാനുഭാവനെ ഓർത്തുകൊണ്ട് ആ മഹാനുഭാവൻ്റെ പേരും അവിടുത്തെ കുടുംബത്തെയും പരാമർശിച്ചുകൊണ്ടുള്ള സ്വലാത്ത് അസ്വലാത്തുൽ ഇബ്രാഹിമിയ, അഫ്ളലുസ് സ്വലവാത്ത്, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് അത് അസ്വലാത്തുൽ ഇബ്രാഹിമിയ, ഇബ്രാഹിമിയ സ്വലാത്താണ്. ഒരുപാട് പോലീസുകൾ നൽകുന്ന, ഒരുപാട് തിന്മകൾ മാറ്റി നൽകുന്ന, ഒരുപാട് ഖൈറുകളുടെ കവാടങ്ങൾ അല്ലാഹു മലക്കെ തുറന്നു നൽകുന്ന സ്വലാത്താണ് അസ്വലാത്തുൽ ഇബ്രാഹിമിയ. ആ സ്വലാത്താണ് നമുക്ക് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 രാത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ രാവിൽ സജീവമായി ആത്മാർത്ഥമായി ഓതേണ്ട തസ്ബീഹാണ്. കൂടെ ചൊല്ലണം എല്ലാവരും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അറിയാമല്ലോ, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ രാവിൽ റാഹത്തായി നമ്മൾ ഓതണ്ട മഹാന്മാർ കിതാബിൽ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. നമുക്ക് ഓതാം. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടാനുള്ള മാർഗം എന്താ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി അറിയിച്ച അഫ്ളലു ദിക്റാണ്. അതാണ് നമുക്ക് ചൊല്ലാനുള്ളത്. അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. ജദ്ദിദു ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു പ്രഗൽഭമായ ദിക്റാണ്. പലവട്ടം മജ്‌ലിസിൽ നമ്മൾ ഓതിയിട്ടുണ്ട്. നമ്മളെല്ലാം കഷ്ടപ്പെട്ട് ദുനിയാവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ, കച്ചവടം നന്നാകാൻ, വരുമാനം ഉണ്ടാകാൻ. എന്നാൽ നമ്മുടെ പുറകെ ദുനിയാവ് നമ്മളെ തേടി അന്വേഷിച്ച് എന്താ വേണ്ടത് എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്ന ദിക്റുണ്ട്. ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തുണ്ടാകുന്ന, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന, എല്ലാ ഇടപാടും ഡെവലപ്പാകുന്ന, സാമ്പത്തികം പ്രത്യേകിച്ച് പരിഹരിക്കപ്പെടുന്ന, എല്ലാ വിഷമവും പരിഹരിക്കപ്പെടുന്ന ദിക്റാണ്. ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കൂടെ ചേരുമ്പോൾ സ്വലാത്തിന് വലിയ പവറാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ, ഭർത്താവിന് ഭാര്യയുടെ, മക്കൾക്ക് മാതാപിതാക്കളുടെ, മാതാപിതാക്കൾക്ക് മക്കളുടെ, കുടുംബക്കാരുടെ, അയൽവാസികളുടെ സ്നേഹം കിട്ടാൻ വലിയൊരു കാര്യമാണല്ലോ. അതുണ്ടാകാനും പുണ്യനബിയെ സ്വപ്നത്തിൽ കാണാനും എഫക്റ്റീവായൊരു സ്വലാത്ത് ഈ പുണ്യരാവിൽ നമുക്ക് ഓതാം. എൻ്റെ കൂടെ ഒരുമിച്ച് ഓതണം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ രാവിൽ ഓർക്കേണ്ട, കരുതേണ്ട, നമ്മൾ നിർബന്ധമായും കൊണ്ടുവരേണ്ട നാളത്തെ അറഫ നോമ്പിൻ്റെ നിയ്യത്താണ്. പറഞ്ഞല്ലോ ഞാൻ നിങ്ങളോട്, 10,000 ദിവസത്തിൻ്റെ പോരിശ കിട്ടുന്ന പകലാണ് നമ്മൾ നോമ്പുകാരാകുന്നത്. അതോടൊപ്പം പോരിശയാക്കപ്പെട്ട വെള്ളിയാഴ്ചയാണ്. അതോടൊപ്പം 1000 നോമ്പിൻ്റെ കൂലി ഒറ്റ നോമ്പ് കൊണ്ട് നമ്മുടെ നന്മയുടെ രേഖയിൽ കയറുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നോമ്പാണ് കഫാറത്തു സനത്തൈൻ. കഴിഞ്ഞുപോയൊരു കൊല്ലവും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപവും അള്ളാഹു അഡ്വാൻസ് പൊറുക്കുന്ന പരിശുദ്ധമായ നോമ്പാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതുപോലെ, നാളത്തെ നോമ്പ് ഇന്ന് നിയ്യത്ത് ചെയ്ത് മനോഹരമായി പിടിച്ചാൽ, നാവ് കൊണ്ട് ആരെയൊന്നും പറയാതെ സൈലൻ്റായിട്ടിരുന്ന് ദിക്ർ സ്വലാത്ത് ദുആയൊക്കെ ചൊല്ലി നാളത്തെ നോമ്പ് പൂർത്തീകരിച്ചാൽ വരുന്ന ഒരു കൊല്ലത്തേക്ക് മരിക്കില്ല, ആയുസ്സുണ്ടാകുമെന്ന ബിശാറത്ത് ഹദീസിലുണ്ട് എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധമായ നോമ്പാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് എല്ലാവരും നിയ്യത്ത് വെച്ച്, അള്ളാഹുവേ, സുന്നത്തായ അറഫയുടെ സുന്നത്ത് നോമ്പെടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അല്ലാഹ്. ഇത്ര മനോഹരമാണ്, ഇത്ര മനോഹരമാണ്. അതോടൊപ്പം ഫർദ് ഖളാ വീട്ടാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അള്ളാഹുവേ, നാളെ ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയൊരു ഫർദ് നോമ്പ്, റമദാൻ നോമ്പ് ഖളാ വീട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നു റബ്ബേ എന്ന് നിയ്യത്ത് ചെയ്ത് കൊടുക്കുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു തഖബ്ബലല്ലാഹ്. സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് സൂറത്തുൽ ഫജ്റിൻ്റെ പാരായണം. അത് ഇന്നോ ഇന്നലെയോ നാളെയോ തീരൂല്ല. ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മൾ ഓതേണ്ടത്, പ്രത്യേകിച്ച് ഈ പുരുഷയാക്കപ്പെട്ട രാവിൽ. അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തു തരും. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി തുറന്നു നൽകും. സൂറത്തുൽ ഫജ്ർ. അതുകൊണ്ട് ആത്മാർത്ഥമായി തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും ഓതുക. ഓതാൻ പറ്റാത്ത പിരീഡിലെ സഹോദരിമാർ കേട്ടുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുആരക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن
وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനസ്സുരുകിയിട്ട്, മനസ്സ് തുറന്ന്, കൽബ് തുറന്ന് പ്രിയപ്പെട്ടവരെ ആമീൻ പറയണം. ഇതിനേക്കാൾ പുരുഷയാക്കപ്പെട്ട രാവ് പലപ്പോഴും വെള്ളിയാഴ്ച രാവും അറഫയുടെ രാവും യോജിച്ച് വരില്ല. അത് വളരെ നിർണായകമാണ്, വളരെ ഖലീലാണ് ആ ഭാഗ്യ തന്നിരിക്കുന്നത്. മനസ്സ് തുറക്കണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ കഫാഖ് ഇസ്ലാമിക് ചാനൽ അതിൽ സജീവമായിരിക്കുന്ന, അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കാണുന്നവർ ഈ വിനീതൻ്റെ മഹല്ലത്ത് മംബഉൽ ഖൈറാത്ത് എന്ന് പറയുന്ന പട്ടയംകവല തൊടുപുഴ, അവിടുത്തെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ സന്തോഷത്തോടെ നോമ്പ് തുറപ്പിക്കുന്ന, ഹദിയ നൽകിയിട്ടുള്ള ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുകയാണ്. ദുആ വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെയും മറക്കുന്നില്ല. എല്ലാം നമ്മുടെ സ്വന്തം കുടുംബം പോലെയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആത്മാർത്ഥമായിട്ട് ഒന്നാമീൻ പറഞ്ഞ് അൽഹംദുലില്ലാഹി അന്നമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ പരിശുദ്ധമായ രാവിലെ സാധുക്കളായ ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കബൂലാക്കണേ റബ്ബേ. എല്ലാറ്റിൻ്റെയും മിത്ല സവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിൻ്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാരണവന്മാർ, ഉസ്താദുമാർ, മശായിഖന്മാര്, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ മസ്ജിദുകളുടെ ചുറ്റുഭാഗത്ത് ഖബറിൽ കിടക്കുന്നവര് എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ രാവിലെ നീ നരകമോചനം കൊടുക്കുന്നത് പോലെ വേറെ ദിവസം കൊടുക്കുന്നില്ലല്ലോ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് മധുരമായ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സമ്മേളിച്ച ദുആ ചെയ്യുമ്പോൾ ഏറ്റവും അഫ്ളലായ ദുആ ഇന്നത്തെ ദുആയാണെന്ന് ഞങ്ങളുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ സാധുക്കളാണല്ലാഹ്, പാപികളാണല്ലാഹ്, ദോഷികളാണല്ലാഹ്, വിവരം കുറവാണ്, തഖ്വ കുറവാണ്, ഇഖ്ലാസ് കുറവാണ്, കണ്ണ് മോശമാണ്, കാത് മോശമാണ്, നാവ് മോശമാണ്, ഖൽബ് മോശമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഈ പരിശുദ്ധ രാവിൽ സ്വർഗാവകാശികൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞു. കടങ്ങളുള്ളവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബത്തിൽ സന്തോഷമില്ലാത്തവർ, അല്ലാഹുവേ എല്ലാവർക്കും സലാമത്ത്, സമാധാനം നൽകണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ ഞങ്ങളുടെ മജ്ലിസിലുണ്ട്, മഹല്ലത്തിലുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ ഷാഫിയാണ്, കാഫിയാണ്, മുആഫിയാണ്. രോഗം മാറ്റണേ അല്ലാഹ്. പകർച്ചവ്യാധിയുടെ അല്ലാഹുവേ, കോവിഡിൻ്റെ രോഗം ഇങ്ങനെ ശക്തി പ്രാപിക്കുന്നു, അതിൻ്റെ പടർച്ചയെന്ന് കേൾക്കുന്നു. അല്ലാഹുവേ കാവലിലാക്കണേ അല്ലാഹ്. ഇനി ഞങ്ങൾക്കൊരു വട്ടം കൂടെ താങ്ങാൻ കഴിയില്ല അല്ലാഹ്. അല്ലാഹുവേ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും മാറ്റണേ അല്ലാഹ്. ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മജ്ലിസിൽ അല്ലാഹുവേ പല നാടുകളിൽ, പല രാജ്യങ്ങൾ, സ്വദേശത്ത് വിദേശത്തിരുന്ന് ആമീൻ പറയുന്നവരുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളോട് വല്ലാത്ത മഹബത്തുള്ള ഉമ്മമാർ, ഉപ്പമാര്, ദുആ ചെയ്യാൻ പറയുന്നവര്, ഹദിയ നൽകിയിട്ടുള്ളവര്, റബ്ബേ ഞങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കുന്നവര്, എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലാഹ്. പടച്ചവരേ ഫലസ്തീനിന്റെ മക്കളെ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിൽ ആമീൻ പറയുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ പരിചയക്കാർ പലരും റബ്ബേ അല്ലാഹുവേ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അല്ലാഹുവേ നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. സുഖപ്രസവം കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ. പടച്ചവനെ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാഹ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്ത് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയും പറഞ്ഞവരുടെയും എല്ലാ മുറാദുകളും ഹസ്വിലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صلي على جميع الأنبياء المرسلين والحمد لله رب العالمين. ഇന്നും നാളെയുടെ പകലും സജീവമായി ദുആയിൽ ഉണ്ടാകണം. നാളെ അസ്ർ കഴിഞ്ഞാൽ ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ദിക്ർ 100 വട്ടം പറയാൻ മറക്കരുത്. അൽഹംദുലില്ലാഹ് നമ്മുടെ കൂടെ പറയാനുള്ള അവസരം ഉണ്ടാക്കാം. എല്ലാവരും ചേരണം. അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.